എല്ലാം ഭദ്രമാണ്. എല്ലാം ഭദ്രമാണ്. അല്ല, ആരോപിക്കുന്നവർക്ക് എന്താ എല്ലാം ആരോപിക്കല്ലോ. മണിക്കൂറുകൾക്കുള്ളിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളന്നറിയാണ് ഓളം ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇത് കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റവും കടുത്ത ആന്റി ഇൻകംബൻസി നേരിടുന്ന ഗവൺമെന്റാണ്. അവർ മിക്കവാറും ആളുകൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സിറ്റിംഗ് MLA റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ അത്ഭുതമൊന്നുമില്ല. ആ ലിസ്റ്റിനകത്ത് വല്ല അത്ഭുതമുണ്ടോ? പുതുമ വല്ലതുണ്ടോ? കഴിഞ്ഞ 5 വർഷക്കാലം ഈ കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളെ ഉപദ്രവിച്ചതാണ്. അതിന്റെ ഭാഗമായി ഇന്നവരാണ് അവരെല്ലാം. അവരെ റിപ്പീറ്റ് ചെയ്യാൻ അവർക്ക് പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ലിസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെക്കുറിച്ച് എനിക്കൊരു വാചകം പറയാനുണ്ട്. കാരണം ഇലക്ഷൻ നേരത്തെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു എന്നാണ് നമ്മളെല്ലാം വിചാരിച്ചത്. 28-ാം തീയതി. കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചത് ഫെബ്രുവരി 28-ാം തീയതിയാണ്. അതുകൊണ്ട് നേരത്തെ പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് മാസം 15-ാം തീയതി. ഇന്ന് മുതൽ നോട്ടിഫിക്കേഷൻ വരുന്ന ഇന്ന് 16-ാം തീയതി. നിങ്ങൾ ഡൽഹി റിപ്പോർട്ട് ചെയ്യുന്നവരാണ് എല്ലാവരും. ഇലക്ഷൻ കമ്മീഷന്റെ സാധാരണ രീതികൾ പ്രഖ്യാപനം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പിലാണ് പിന്നെ നോട്ടിഫിക്കേഷൻ ആരംഭിക്കുക. ഇന്ന് തന്നെ നോട്ടിഫിക്കേഷൻ 23-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ. 24-ാം തീയതി വിഡ്രോവൽ, 24-ാം തീയതി സ്ക്രൂട്ടിനി, 26-ാം തീയതി വിഡ്രോവൽ. അത് കഴിഞ്ഞ് ഇലക്ഷൻ എത്രാം തീയതിയാണ്? 9-ാം തീയതി. ഇതിനകത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹോളി വീക്സ്. ദുഃഖവെള്ളിയാഴ്ച ദിവസം ആർക്കും പ്രവർത്തനം നടത്താൻ പറ്റില്ല സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലകളിൽ. ഈസ്റ്റർ അടുത്ത ഞായറാഴ്ച. അപ്പോൾ ഫലത്തിൽ 10 ദിവസമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്താൻ കിട്ടുക. സ്ഥാനാർത്ഥിയാണല്ലോ പ്രശ്നം. രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമല്ലല്ലോ, പൊളിറ്റിക്കൽ ഒരു കാൻഡിഡേറ്റിന് 10 ദിവസമാണ് കിട്ടുക. ഇതിനൊരു രസം മനസ്സിലാക്കേണ്ടത് കൗണ്ടിങ് എപ്പോഴാണ്? മെയ് 4-ാം തീയതി. പിന്നീട് ഏപ്രിൽ 9-ാം തീയതി കഴിഞ്ഞ് മെയ് 4-ാം തീയതി വരെ കൗണ്ടിങ്ങിന് കാത്തു നിൽക്കണം. അർജൻസി ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു നിയന്ത്രണം സ്ഥാനാർത്ഥികൾക്ക് ഏർപ്പെടുത്തുന്നത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു അർജൻസി കാണുന്നില്ല. മെയ് 4-ാം തീയതിയാണ് പ്രഖ്യാപനം. അതിന് മറ്റൊരു രസം, ഈ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ നടത്തുന്നത് എവിടെയൊക്കെയാ? കേരളം, ആസാം, പുതുച്ചേരി. അതായത് കോൺഗ്രസ് പ്രധാന പോരാട്ടം നടത്തുന്ന സംസ്ഥാനങ്ങളിലാണ് ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഫേസ് ഇലക്ഷൻ തമിഴ്നാട്ടിലും പിന്നെ തേർഡ് ഫേസ് ഇലക്ഷൻ ബംഗാളിലും, സെക്കൻഡ് ആൻഡ് തേർഡായിട്ട്. അപ്പോൾ ഇത് കൃത്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയം വെട്ടിക്കുറക്കാനും അതുപോലെ കോൺഗ്രസിന്റെ പ്രചാരകരായ നേതാക്കന്മാരെ ലിമിറ്റ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സമീപനമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് പല ഘട്ടത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹരിയാന, മഹാരാഷ്ട്ര ഇലക്ഷൻ ഈ ഡേറ്റിന്റെ കാര്യത്തിൽ. കാരണം കേരളത്തിൽ എല്ലാവർക്കും അറിയാം, ഇതിപ്പോൾ 4 ദിവസം മാറ്റിവെച്ചതുകൊണ്ട് 4 ദിവസം നീട്ടിവെച്ചതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏപ്രിൽ 9 ആവേണ്ടത് ഏപ്രിൽ 15 കഴിച്ച എല്ലായിടത്തും സിംഗിൾ ഫേസ് ഇലക്ഷൻ നടത്തുന്നത്. മറ്റങ്ങ് ഫേസ് വെച്ച് ഇലക്ഷനാണ് നടത്താറുള്ളത്. ബംഗാളിൽ മാത്രമാണ് 2 ഫേസ് ഇലക്ഷൻ. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ സമീപനത്തിൽ വളരെ ഏറെ ദുരൂഹതകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, ഞാൻ പറയുന്നത് ഇത് കേട്ടിട്ട് കോൺഗ്രസ് പേടിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കണ്ട. ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിനകത്ത് പങ്കാളിത്തമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ ഇപ്പം വിഷുവാണ് ഏപ്രിൽ 14-ാം തീയതി. അതിൻ്റെ ഒരുക്കങ്ങളുണ്ട്. അതുപോലെ പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളിയാഴ്ച, ഈസ്റ്റർ ഒക്കെ വരുന്ന ഹോളി വീക്സ്. അപ്പോൾ ഈ സമയത്ത് പ്രചരണം നടത്താനുള്ള സ്ഥാനാർത്ഥികളുടെ പരിമിതികൾ എല്ലാവർക്കും അറിയാം ആ മേഖലകളിൽ. അപ്പോൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു 3, 4, 5 ദിവസം അങ്ങോട്ട് മാറ്റിവെച്ചതുകൊണ്ട് ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എന്റെ സമീപനം അതാണ്. ഞങ്ങൾക്ക് യാതൊരു ഭയമില്ല. വി ആർ റെഡി. ഇനി 10 ദിവസം 5 ദിവസമായാലും ഇലക്ഷൻ മത്സരിക്കും, ജയിക്കും. അത് തീരുമാനിച്ചിട്ട് ഇന്ന് എണ്ണിക്കോ. ഇന്ന് 25 ദിവസം. ഞാൻ ഇന്നലെ പറഞ്ഞു 26 ദിവസം. ടുഡേ ഓൺവേർഡ്സ് 25 days. ഈ 25 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണം മാറും. ഇത് കൃത്യമാണ്, എഴുതി വെച്ചോ. എന്നിട്ട് എന്നോട് ചോദിച്ചു, ആരാ ഈ ഭരണാനുകൂല വികാരം പറയുന്നത്? സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞതിലും മറുപടിയില്ലേ. എഴുതി വെച്ചു. 25 ദിവസം കഴിഞ്ഞാൽ ആ സുപ്രധാനമായ തീരുമാനം ഈ സർക്കാരിനെ മാറ്റി
പുതിയ UDF സർക്കാരിനെ കൊണ്ടുവരുന്ന തീരുമാനം ജനങ്ങളെടുക്കും, ജനങ്ങളെ സ്വീകരിക്കും.